ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഇൻട്രാഡേ ഷോർട്ട് സ്ട്രാഡൽ സ്ട്രാറ്റജി എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ലൈവ് മാർക്കറ്റിൽ. അതിനാദ്യം നമ്മൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലാക്കിയിട്ട് നമ്മൾ പ്രീവിയസ് ഡേയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് മാർക്ക് ചെയ്യാം. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈ ലോ, അതുപോലെ സപ്ലൈ സോൺ ഉണ്ടെങ്കിൽ അത്, ഡിമാൻഡ് സോൺ ഉണ്ടെങ്കിൽ അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഓപ്ഷനിൽ പോയിട്ട് ഓപ്ഷൻ ചെയിൻ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് 33,500 കോൾ ഓപ്ഷനിൽ ഒരുപാട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ എന്താണ്, നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ 33,000 നല്ലൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. അവിടെ ഒരുപാട് പുട്ട് ഓപ്ഷൻ കോൺട്രാക്റ്റും ഉണ്ട്. ഓക്കെ, നമ്മുടെ പ്രീവിയസ് ഡേ ഹൈ കണ്ടില്ലേ 33,600 ലെവലാണ്. അപ്പോൾ നമ്മൾ ഈ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ആ ലെവൽ വാച്ച് ചെയ്തേക്കണം. അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു സൈഡ് സ്റ്റോപ്പ് ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക. ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റിയുടെ ചാർട്ടും ജസ്റ്റ് വാച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ടു ബാങ്ക് നിഫ്റ്റിയിലെ ലെവൽസ് ഏതാണ്, 33,500 നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ 33,620 എന്താണ് പ്രീവിയസ് ഡേ ഹൈ ആണ്. അവിടെയും നല്ലൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ബെസ്റ്റ് സാധനം എന്താ വെച്ചാൽ, ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 33,376 നമ്മൾ എടുക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ പോയിട്ട് സ്ട്രാറ്റജി മോഡിൽ പോയിട്ട് 33,300 എന്നുള്ള ലെവലിലെ 2 കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും നമ്മൾ സെല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 33,000 കോൾ ഓപ്ഷനും ആഡ് ചെയ്യുക, 33,000 പുട്ട് ഓപ്ഷൻ ആഡ് ചെയ്യുക. മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ 2 ലോട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 50 ആക്കി കൊടുക്കുക. റിവ്യൂ ഓർഡർ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക, മാർക്കറ്റ് പ്രൈസിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം. നമുക്ക് വേണമെങ്കിൽ ഓർഡർ ബുക്കിൽ പോയിട്ട് നോക്കാം എത്രക്കാണ് നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആയത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നില്ല. നമ്മുടെ ലെവൽസ് നമുക്കറിയാം എന്താണ്, 33,600 പ്രീവിയസ് ഡേ ഹൈ ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കട്ട് ചെയ്യുള്ളൂ. അതുപോലെ താഴെ 33,000 ഈ 2 ലെവൽ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം നമുക്കറിയാം 33,500 നല്ലൊരു സപ്പോർട്ടായിരിക്കും എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് നമ്മുടെ ലെവൽസുകൾ നോക്കി വെക്കുക. രണ്ടാമത്തെ കാര്യം ഓപ്ഷൻ ചെയിൻ നോക്കുക. എന്നിട്ട് നമ്മൾ എൻട്രി എടുക്കുക. ഇന്ന് സ്ലൈറ്റ്ലി ഒരു ബെയറിഷ് ആണ്. ആദ്യം നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി മാർക്കറ്റ് എന്താണ്, ബെയറിഷ് മൂഡിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് നോക്കാം, വാച്ച് ചെയ്ത് നോക്കാം. നമുക്ക് എന്താണ് ഈ ഒരു ട്രേഡ് തൽക്കാലം ഞാൻ സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോൾ 9:20 നമ്മൾ ട്രേഡ് എടുത്തത്. തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് വാച്ച് ചെയ്ത് നോക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മുടെ സ്ട്രാറ്റജിയിലെന്ന്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 2:20 ആയിട്ടുണ്ട്. നമ്മൾ എടുത്തത് 9:30 അല്ലേ, 9:20 നമുക്ക് നോക്കാം. നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 33,400 ലെവലിലാണ്. ഓക്കെ, നിഫ്റ്റി ഉള്ളത് 15,723 ലെവലിലും. നമുക്ക് പ്രോഫിറ്റ് ആയോ ലോസ് ആയോ നോക്കാം. ഇവിടെ കാണാം നമുക്ക് 33,000 പുട്ട് ഓപ്ഷനിൽ 1,360 പ്രോഫിറ്റും കോൾ ഓപ്ഷനിൽ 465 പ്രോഫിറ്റും ഉണ്ട്. എന്ത് ടൈം DK കൊണ്ടാണ് നമുക്ക് കിട്ടിയത്. നമ്മളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് എൻട്രി എടുത്തു. നമ്മൾ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ലെവൽസ് ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല മാർക്കറ്റ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 2,000 റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബുക്ക് ചെയ്യാം അല്ലേ. ഇന്ന് ഇന്ത്യ വിക്സ് വോളറ്റിലിറ്റി വളരെ കൂടുതലായതുകൊണ്ട് എന്താണ്, DK വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും കുറച്ച് പ്രോഫിറ്റ്. അല്ലെങ്കിൽ നോർമലി ഈ സമയം ആകുമ്പോഴേക്കും 3,000 ലെവലിൽ 2 ലോട്ടിൽ കിട്ടേണ്ടതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് അറിയാം ബാങ്ക് നിഫ്റ്റി 33,400 ലെവലിലെത്തിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്യാം. കാരണം എന്താണ്, 33,350 ലെവലിലൊക്കെ എന്താണ് ഒരു CPR ഉണ്ട് അല്ലേ. അവിടെ കാണാം 3 ലൈൻസ് നിങ്ങൾക്ക് കാണാം. അത് സെൻട്രൽ പിവോട്ട് റേഞ്ചാണ്. ചിലപ്പോൾ ഒരു പുൾ ബാക്ക് അവിടെ ടച്ച് ചെയ്തിട്ട് മുകളിലേക്ക് വന്നാൽ നമുക്ക് വീണ്ടും നമ്മുടെ പ്രോഫിറ്റ് കുറയും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യാനുള്ളൊരു കാരണം, നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നോക്കേണ്ടത് നമ്മുടെ എന്താണ് മിനിമം ക്രൈറ്റീരിയ. നമ്മുടെ മിനിമം ഒരു ലോട്ട് ചെയ്യുമ്പോൾ ഇത്ര പ്രോഫിറ്റാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കണം. മിനിമം നമ്മൾ 1 ലോട്ടിൽ ഒരു 1,000 പ്രോഫിറ്റ് കിട്ടാതെ നമ്മൾ ബുക്ക് ചെയ്യില്ല നമ്മുടെ സ്ട്രാറ്റജിയിൽ. ഓക്കെ, അതുപോലെ ലോസ് വരുമ്പോഴും നമുക്ക് ചില ക്രൈറ്റീരിയകളുണ്ട്. ഇതിപ്പോൾ 2 ഞാൻ സെലക്ട് ചെയ്തു അല്ലേ, നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. സ്ക്വയർ ഓഫ് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, മാർക്കറ്റ് പ്രൈസിൽ ഇപ്പം സ്ക്വയർ ഓഫ് ചെയ്ത് 2 ട്രേഡിൽ നിന്നും നമ്മൾ എക്സിറ്റ് ആയി. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം, ഒന്നിൽ 876ഉം മറ്റേതിൽ 1,315. ഓൾമോസ്റ്റ് 2,100 എബോവ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. നമ്മുടെ സർവീസ് ചാർജ് കഴിച്ചാലും നമുക്ക് 2,000 റുപ്പീസ് ഈ ഒരു ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. നമുക്ക് 2 ലോട്ട് ചെയ്യാൻ വേണ്ടത്
2,70,000 ആണ് ഇന്ന് വേണ്ടിയിരുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, ഒരു ലോട്ട് ചെയ്യണമെങ്കിൽ 1,35,000 റേഞ്ചിൽ വേണം. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ 2 സ്ട്രാറ്റജികൾ കാണാം ഞാനിവിടെ എടുത്ത് വെച്ചാൽ. ഒന്നിൽ 700 രൂപ പ്രോഫിറ്റ്, ഒന്നിൽ 300 രൂപ ലോസുമാണ്. ഇതെന്താണ്? പുട്ട് സ്പ്രെഡാണ് ഞാൻ എടുത്തത്. മാർക്കറ്റ് ഒരു ബെയറിഷ് ട്രെൻഡ് ആവുന്നുള്ള എക്സ്പെക്റ്റേഷനിൽ നമ്മളൊരു പുട്ട് സ്പ്രെഡാണ് എടുത്തത്. നാളേക്കുള്ളത് ഞാൻ ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പോവാണ്. നാളെ നമുക്ക് നോക്കാം. മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ സ്ട്രാറ്റജികൾ എടുക്കുമ്പോഴും പ്ലാൻഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഓപ്ഷൻ സെല്ലിങ് ചെയ്യുമ്പോൾ പല ആളുകളും ചോദിക്കും ഇതെന്താ ചെറിയ പ്രോഫിറ്റ് ആണല്ലോ എന്നൊക്കെ. പക്ഷേ എന്താണ്, നമുക്ക് പ്രോഫിറ്റിൻ്റെ വലുപ്പമല്ല വേണ്ടത്, നമുക്ക് എന്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. ഒരു ദിവസം ഒരു 10,000 കിട്ടി, മറ്റേ ദിവസം ഒരു 20,000 പോകുന്നതിലല്ലല്ലോ നമുക്ക് കാര്യം. നമ്മളെന്താണ്, നമ്മുടെ പ്രോഫിറ്റ് കിട്ടുന്നത് എന്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടണം. അതായത് ഒരു മന്ത്ലി ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് എന്തെങ്കിലും അതിൽ നിന്ന് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റണം. അങ്ങനെ അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സെല്ലിങ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ സെല്ലിങ് അതുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം. നമുക്ക് വലിയ പ്രോഫിറ്റ് ഇല്ലെങ്കിലും ഒരു ഡീസൻറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഇത് ഞാൻ പുട്ട് സ്പ്രെഡ് എടുത്തതിൻ്റെ ഓപ്ഷനിൽ എടുത്ത ഒരു പേ ഓഫ് ഗ്രാഫാണ്. എനിക്ക് മാക്സിമം പ്രോഫിറ്റ് ഇതിൽ 7,000, മാക്സിമം ലോസ് 7,900. നമുക്ക് വാച്ച് ചെയ്ത് നോക്കാം. മാർക്കറ്റ് നാളെ താഴേക്കാണെന്നെങ്കിൽ എനിക്കിതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓപ്ഷൻ സ്റ്റോക്ക് ബ്രോ ചാനലിൻ്റെ ഓപ്ഷൻ കോഴ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ചെറിയ ഫീ ഉള്ളൂ, എല്ലാവർക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.